നമസ്കാരം. ജൂൺ 1 സ്കൂള് തുറക്കും. കുട്ടികളും അച്ഛനമ്മമാരും ബന്ധുക്കളും ടീച്ചേഴ്സും എല്ലാം സ്കൂള് തുറക്കുന്നതിന്റെ തിരക്കിലാണ് കാര്യം. എനിക്ക് അമ്മമാരോടും അച്ഛന്മാരോടും ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ മക്കളെ സ്കൂളിലേക്ക് പോകുവാൻ മനസ്സുകൊണ്ട് പരിശീലിപ്പിച്ചിരുന്നുവോ ഈ അവധിക്കാലത്ത്? നിങ്ങൾ സ്വയം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുട്ടിക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുട്ടി അനുഭവിച്ച ഓരോ പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്നോ? എന്ത് തിരുത്തലുകളാണ് കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ചത്? ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ടാവാം നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടത്. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു ടൂർ പോകാനോ കളിക്കാൻ പോകാനോ പറയുകയാണെങ്കിൽ മടിയുണ്ടാവില്ല. കുട്ടികള് അവർക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ കംഫോർട്ട് സോണിൽ തന്നെയാണെന്ന് അവർക്ക് തോന്നും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു അമ്മ കുട്ടിയുടെ പഠനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ടീച്ചർ, എനിക്ക് ഒരുപാട് കാര്യങ്ങള് കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നുണ്ട്. ഫസ്റ്റ് വാങ്ങണം കുഞ്ഞ്, അതെനിക്ക് നിർബന്ധമാണ്. പക്ഷെ എന്ത് ചെയ്താൽ അവന് ഇരിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കണ്ടേ? അവന്റെ ഉത്തരവാദിത്വമല്ലേ പഠിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഓർത്ത് കുട്ടി 10ാം ക്ലാസ്സിലോ മറ്റോ ആണ്, അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടി എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, കുട്ടി LKG-യിൽ നിന്ന് UKG-യിലേക്ക് കയറുകയാണ് ഈ വർഷം. ഞാൻ ചോദിച്ചു, അവൻ കളിക്കുന്നതിന് എന്താ കുഴപ്പം? കളിക്കാൻ പറ്റുകയില്ല, കളിക്കേണ്ട പ്രായം കഴിഞ്ഞു കുട്ടിക്കെന്നാണ് അമ്മയുടെ അഭിപ്രായം. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? എന്ത് നേടാനാണ് പോകുന്നത്? പഠിക്കണം, മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടി ജീവിതത്തിൽ വേണ്ടതെല്ലാം നേടണം. പക്ഷേ കുഞ്ഞിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള കളികളിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് എന്ത് നേടാൻ പോവുക നമ്മള്? സത്യത്തിൽ കോൺഷ്യസ് പേരന്റിങ് അവയർനെസിന്റെ കുറവാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ഒരുപാട് അമ്മമാര് മക്കളുടെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, പഠന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട്, മൊബൈൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ സംസാര രീതിയുമായിട്ട് ഉൾക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം അച്ഛനും അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും താങ്ങാനാവാത്ത വിധത്തിൽ വന്നപ്പോഴൊക്കെ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ എടുത്ത ഒരു രീതിയാണ് ലെറ്റ്യൂഡ് ലേണിംഗ് ഫെസ്റ്റിവൽ. കഴിഞ്ഞ വർഷം അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും പറ്റി. അതിന്റെ ഓഫ്ലൈൻ മീറ്റിംഗും കഴിഞ്ഞു. ആ ഓഫ്ലൈൻ മീറ്റിംഗില് കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോഴാണ് ഇത് ശരിക്കുള്ള വഴി തന്നെയാണെന്ന് എനിക്കും ബോധ്യപ്പെട്ടത്. ഓൺലൈനായിട്ട് കുട്ടികളെ പല രീതിയിൽ പരിശീലിപ്പിക്കുക. പഠനം മാത്രമല്ല കേട്ടോ, എൻ്റെ ഗ്രൂപ്പില് ഞാൻ പഠനം മാത്രമല്ല പരിശീലിപ്പിക്കുന്നത്, എല്ലാം പരിശീലിപ്പിക്കുന്നുണ്ട്. ജീവിതം എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവനവന്റെ ശരീരത്തെ കണക്കാക്കണം, എത്ര ബഹുമാനം അവനവന് കൊടുക്കണം, അച്ഛനും അമ്മയ്ക്കും എന്ത് സ്ഥാനം കൊടുക്കണം, മറ്റു ബന്ധുക്കൾക്ക് എന്ത് സ്ഥാനം കൊടുക്കണം, ഈ പ്രകൃതിക്ക് എന്ത് സ്ഥാനം കൊടുക്കണം, ജീവിതത്തിന്റെ ടു ഇസഡ് അവർക്ക് ഓരോ ദിവസവും പറഞ്ഞു കൊടുത്തപ്പോൾ അവരിലുണ്ടായ മാറ്റം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു കേട്ടോ. പലപ്പോഴും നമ്മൾ സ്കൂളുകളില് കുറച്ച് കാര്യങ്ങളെ നോക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ചോദിക്കുകയായിരുന്നു, ഞാനൊരു പൂമ്പാറ്റയായിട്ട് ജനിച്ചാൽ പോരായിരുന്നോ, എന്തിനാ ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചത്? മറ്റൊരു പയ്യൻ ചോദിച്ചു, കൊച്ചു പയ്യൻ 10-12 വയസ്സുള്ള കുട്ടി ചോദിക്കുക, എന്തിനാ ഈ വിഷയങ്ങളെല്ലാം ഞാൻ പഠിക്കുന്നത്? എന്തിനാണ് ഹിസ്റ്ററിയുടെ പരീക്ഷ എഴുതുന്നത്? എന്തിനാണ് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നത്? എന്തിനാണ് സയൻസ് പഠിക്കുന്നത്? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എല്ലാം ജെമിനിയും ChatGPT തരികയല്ലേ എന്ന്. ഇതിന്റെ എല്ലാം ഉത്തരം കണ്ടെത്തിയേ മതിയാകുകയുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചിന്ത ഉണരാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ മക്കളും. നമുക്കെപ്പോഴും പറയാം പിള്ളേരുടെ ജനറേഷൻ മാറി,
അവരെല്ലാം കുഴപ്പക്കാരാണ്, അവരെല്ലാം കമ്പ്യൂട്ടറുമായിട്ട് ഇരിക്കുകയാണ്, AI പഠിക്കുകയാണ്, അതാണ് ഇതാണെന്ന്. ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കാൻ കുഞ്ഞറിഞ്ഞിരിക്കണം. കുഞ്ഞ് ആരാണെന്ന് അറിഞ്ഞിരിക്കണം, അവനവന്റെ ശരീരം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, മനസ്സെന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇതുമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ലെറ്റ്യൂഡ് ലേണിംഗ് ഫെസ്റ്റിവലില് അങ്ങനെ ഒരു പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ആയിട്ടിരിക്കുക മക്കള്. എന്ന് വെച്ച് പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. ജീവിതമാ, പ്രശ്നങ്ങൾ ഉണ്ടാവും. അഥവാ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടുന്നതല്ല. അതിനപ്പുറത്ത് A+ കിട്ടിയില്ലെങ്കിലും എല്ലാ വിഷയത്തിനും തോറ്റുപോയാലും സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അഥവാ എനിക്കിങ്ങനെ സംഭവിച്ചാലും എൻ്റെ ഉള്ളിൽ ജീവിക്കാനുള്ള ഒരു ത്വരയുണ്ട്. തകർന്നു പോകുന്ന മക്കളെ അല്ല നമുക്ക് വേണ്ടത്. സ്ട്രോങ് ആയിട്ട് ശക്തമായ വേരുകളോടെ ഒരു വടവൃക്ഷം എങ്ങനെ ഇവിടെ വളർന്നു വരുന്നു, അതുപോലെ ഒരു കൊച്ചു സീഡിൽ നിന്നും വളർന്നു വരുന്ന വലിയ വടവൃക്ഷങ്ങളാകണം നമ്മുടെ മക്കള്. നമ്മൾ ലിമിറ്റ് ചെയ്യുക ശരിക്കും. പഠിക്കണം പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കോൺഷ്യസ് അവയർനെസ്സോടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് അച്ഛനമ്മമാർ പരിശീലിക്കുകയും ഒപ്പം അവരെ വിജയിപ്പിക്കുകയും നമുക്ക് സാധിക്കണം. അതിനായിട്ടാണ് ലെറ്റ്യൂഡ് ലേണിംഗ് ഫെസ്റ്റിവൽ. അതിലേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഗ്രൂപ്പിൽ ചേർന്നോളൂ. എല്ലാ ദിവസവും ഒരു ആശയം വെച്ച് കുഞ്ഞുങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാവും. താങ്ക് യു.